നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മേയർ വി രാജേഷ് നിരന്തരം പ്രകോപിപ്പിച്ചിട്ടും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ട്? സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ 113 ഇലക്ട്രിക് ബസ്സുകൾ നഗരപരിധിക്ക് പുറത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മേയർ വി രാജേഷ് 2 ദിവസമായി പരസ്യ പ്രസ്താവന നടത്തിയിട്ടും ഗണേഷ് കേട്ടമട്ട് നടിക്കുന്നില്ല. KSRTCയുടെ ലാഭവും നഷ്ടവും നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. കോർപ്പറേഷന്റേതായ ഉത്തരവാദിത്തമുണ്ട്. നഗരത്തിൽ താമസിക്കുന്നവരുടെ ആവശ്യം പരിഗണിച്ച ശേഷം പുറത്തേക്ക് സർവീസ് നടത്തുന്നതിൽ തെറ്റില്ലെന്നും രാജേഷ് പറയുന്നു. നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാനും കുറഞ്ഞ നിരക്കിൽ നഗരവാസികൾക്ക് യാത്രയൊരുക്കാനും വേണ്ടിയാണ് ഈ ബസ്സുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. എന്നാൽ KSRTC കരാർ ലംഘിച്ച് ഈ ബസ്സുകൾ പലതും സിറ്റിക്ക് പുറത്തും മറ്റ് ജില്ലകളിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. ഇടുക്കിയിലെ കട്ടപ്പനയിലേക്ക് ബസ് സർവീസ് നടത്തി. നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി കൊടുത്ത ഇലക്ട്രിക് ബസ്സുകൾ കട്ടപ്പനയിലേക്ക് ഓടിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. അത് വിവാദമായി മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഞങ്ങൾ അങ്ങനെയുള്ള ബസ്സുകൾ തടയുമെന്ന് പറഞ്ഞപ്പോഴാണ് ബസ്സുകൾ അവിടെ നിന്നൊക്കെ പിൻവലിച്ചത്. ആറ്റിങ്ങൽ, നെയ്യാറ്റിങ്കര, നെടുമങ്ങാട് ഒക്കെ ബസ്സുകൾ ഓടിക്കുന്നുണ്ട്. സിറ്റിയിൽ ആവശ്യമുള്ള ബസ് കൊടുത്തതിനു ശേഷം പട്ടണത്തിലേക്ക് വരുന്ന ആൾക്കാരെ കൊണ്ടുവരാനാണ് നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, ആറ്റിങ്ങലൊക്കെ ഈ ബസ്സുകൾ ഓടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും സിറ്റിയുടെ ഉൾഭാഗങ്ങളിൽ ബസ്സിന്റെ ആവശ്യമുണ്ട്. ഇവിടെ ആവശ്യമുള്ളപ്പോൾ എന്തിന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ബസ് കൊണ്ടുപോകുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. ഞങ്ങളുടെ പ്രഥമ പരിഗണന കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നവർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, കോർപ്പറേഷന്റെ വരുമാനം ചോരാതെ നോക്കുക, അത് വർദ്ധിപ്പിക്കുക എന്നിവ തന്നെയാണ്. നഗരസഭാ വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിർത്തലാക്കും. ഉപയോഗശൂന്യമായി കിടക്കുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനമെടുക്കും. കാലഹരണപ്പെട്ട വാടക നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കും. നികുതി പിരിവ് ഊർജിതമാക്കി നഗരസഭയുടെ സാമ്പത്തിക സ്രോതസ് ശക്തിപ്പെടുത്തുമെന്നും മേയർ വ്യക്തമാക്കി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗണേശൻ ശബ്ദിക്കുന്നില്ല. കാളപ്പെട്ടെന്ന് കേട്ടാൽ കയറെടുക്കുന്ന മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ വി രാജേഷിനെ കണ്ട് പേടിച്ചോ എന്നാണ് ചോദിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലമാക്കിയതിന് ഉദ്യോഗസ്ഥരെ എല്ലാം ഓടിച്ചുവിട്ട മന്ത്രിയാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കാൻ പോയപ്പോൾ തനിക്ക് പ്രൈവറ്റ് സെക്രട്ടറി വേണ്ടെന്ന് തീരുമാനിച്ചയാളാണ് ഗണേശൻ. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് ഡ്രൈവറെ പിരിച്ചുവിടണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ തീരുമാനമെടുക്കാതെ ദിവസങ്ങളോളം താമസിപ്പിച്ച മന്ത്രിയാണ് ഗണേശൻ. ഇങ്ങനെയൊക്കെയുള്ള ഗണേശൻ രാജേഷിന്റെ പ്രകോപനത്തിൽ വീഴാത്തതാണ് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്നത്. രാജേഷിന് മറുപടി നൽകണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടും ഗണേശൻ മിണ്ടിയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ നോക്കാമെന്ന മറുപടി മാത്രമാണ് ഗണേശൻ നൽകിയതെന്നാണ് വിവരം. എന്തായിരിക്കും കാരണം? ഗണേഷ് കുമാറിന് പത്തനാപുരത്ത് ബുദ്ധിമുട്ടിന്റെ കാലമാണ് വരാൻ പോകുന്നത്. കൊട്ടാരക്കര സേഫ് ആണ് എന്ന് പറയാം. എന്നാൽ പത്തനാപുരത്ത് BJP അതിശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. BJP വിചാരിച്ചാൽ പത്തനാപുരത്ത് ആരും തോൽക്കാം. ഗണേശൻ ഇതിൽ ചങ്കെടുപ്പ് വർദ്ധിക്കുന്നുണ്ടെന്ന് വേണം കണക്കാക്കാൻ. മികച്ച മന്ത്രിയാണെന്ന് പേരെടുത്തതുകൊണ്ട് മാത്രം പത്തനാപുരത്ത് ജയിക്കണമെന്നില്ല. ഇതിനിടയിൽ ഗണേഷ് കുമാർ BJPയിൽ കണ്ണുവെക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. NSSന്റെ പ്രതിനിധി സഭയിൽ കയറി കൂടിയതാണ് ഗണേശന്റെ വിജയം. മന്ത്രിസഭ അദ്ദേഹത്തിന് കിട്ടിയതും അങ്ങനെ തന്നെയാണ്. നായർക്ക് ആരെങ്കിലും പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ അത് സ്വയം ചെയ്യാനാണ് അന്ന് പിള്ള പറഞ്ഞത്. നേരത്തെയും താൻ NSSനെതിരെ നിലപാടെടുത്തിട്ടുണ്ടെന്നും പിള്ള പറയുന്നു. NSSന്റെ തീരുമാനത്തിന് വിരുദ്ധമായി താൻ വനിതാ മതിലുകൾ NSSന്റെ തീരുമാനത്തിന് വിരുദ്ധമായി താൻ വനിതാ മതിലിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മന്നത്ത് പത്മനാഭനാണ് ബാലകൃഷ്ണ പിള്ളയെ NSS പത്തനാപുര താലൂക്കിൽ ഏൽപ്പിച്ചത്. അത് സുകുമാരൻ നായർ നൽകിയതല്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു. ഇത്തരത്തിൽ NSSനുള്ളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ CPM ആണ് തുടക്കമിട്ടത്. അത് പിള്ളയെ ഉപയോഗിച്ചായിരുന്നു. പിന്നീട് അതേ ഗണേശനാണ് സുകുമാരൻ നായരുമായി സന്ധിയിലായതും. പിള്ളയുടെ പാർട്ടി ഇടതുപക്ഷത്തിലായതുകൊണ്ട് അദ്ദേഹം ശബരിമല വിഷയത്തിൽ NSSന്റെ നിലപാടിനോട് ആദ്യം മുതൽ യോജിച്ചിരുന്നില്ല. ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്കിടയിൽ നിന്നുയർന്ന ചോദ്യങ്ങൾക്ക് സുകുമാരൻ നായർ രൂക്ഷമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. പത്തനാപുരം താലൂക്ക് യൂണിയൻ NSSന്റെ ശബരിമല പ്രഖ്യാപിത നിലപാടിനെതിരെ പ്രമേയം പാസാക്കിയതോടുകൂടിയാണ് ബന്ധങ്ങൾ മുറിഞ്ഞത്. പത്തനാപുരം താലൂക്കിൽ പിള്ളയായിരുന്നു NSSന്റെ പ്രസിഡന്റ്. പത്തനാപുരം താലൂക്ക് യൂണിയന്റെ മനംമാറ്റം ഗണേശന്റെ സമ്മർദ്ദ ഫലമായാണ് എന്ന് സുകുമാരൻ നായർ വിശ്വസിച്ചു. അത്തരമൊരു നടപടി ഗണേശന്റെ ഭാഗത്തു നിന്നുണ്ടായത് ശരിയായില്ലെന്നും സുകുമാരൻ നായർ വിശ്വസിച്ചു. ഭാര്യയുമായുള്ള കലഹത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നപ്പോൾ സുകുമാരൻ നായർ തന്നെ നീക്കങ്ങൾ നടത്തിയെന്നാണ് വ്യക്തമാകുന്നത്. അന്ന് സുകുമാരൻ നായർ പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ആളായിരുന്നു ഉമ്മൻചാണ്ടി. എന്നിട്ടും തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അത് ചെന്നിത്തലയെ മന്ത്രിയാക്കാൻ വേണ്ടിയായിരുന്നു.
തന്നെ മന്ത്രിസഭയിൽ നിന്നും ചാണ്ടി പുറത്താക്കിയത് സുകുമാരൻ നായരുമായി ആലോചിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ ചേർന്നത്. ഇടതുപക്ഷവുമായി ആഭിമുഖ്യം പുലർത്തിയതിന്റെ ഗുണം NSSനും സുകുമാരൻ നായർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഗണേശൻ വാദിക്കുന്നത്. സുകുമാരൻ നായരുടെ മകളെ പിണറായി സർക്കാർ MG വാഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിലനിർത്തിയത് തന്റെ കൂടെ ശ്രമഫലമായിട്ടാണ്. NSS താക്കോൽ ദാനം നൽകിയ നേതാക്കളൊന്നും പിന്നീട് സുകുമാരൻ നായരോട് വിധേയത്വം പുലർത്തിയിട്ടില്ല. എന്നാൽ ഇന്നും താൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. മുന്നാക്കക്കാർക്ക് ദേവസ്വം ജോലിയിൽ പിണറായി സംവരണം നൽകിയത് തന്റെ കൂടെ ശ്രമഫലമായിട്ടാണെന്നാണ് ഗണേശൻ വാദിച്ചത്. NSSലെ ഒരു വിഭാഗത്തിനെ ഔദ്യോഗിക സംവിധാനത്തിന് എതിരാക്കി മാറ്റാൻ CPM തുടങ്ങിയ ശ്രമങ്ങൾക്ക് മാസങ്ങളുടെ പഴക്കമുണ്ട്. അച്യുതാനന്ദനെ പോലും തള്ളി പിള്ളയെ മുന്നണിയിലെടുത്തതും അതിന് വേണ്ടിയാണ്. പിള്ളയെയും മകനെയും ഒന്നിച്ചു നിർത്തി NSSലെ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനാണ് സർക്കാരും പാർട്ടിയും തീരുമാനിച്ചിരുന്നത്. SNDPയിൽ വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തിയത് ഇതേ തന്ത്രത്തിന്റെ ഭാഗമാണ്. തുഷാർ വെള്ളാപ്പള്ളിയെ കേസിൽ കുടുക്കിയതും ഇതേ തന്ത്രം തന്നെയാണ്. G സുകുമാരൻ നായർക്കെതിരെ കേസെടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഒന്നിനും നിവൃത്തിയില്ലാത്തതായി മാറിയത്. കുറിച്ചി NSS ഹോമിയോ കോളേജിലെ നിയമന അഴിമതിക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവുണ്ട്. എന്നാൽ കേസെടുത്തില്ല. NSSൽ സുകുമാരൻ നായരെക്കാൾ ഏറെ സീനിയർ ആയിരുന്ന ബാലകൃഷ്ണപിള്ള 2 മഹാമേരുകളുടെ രണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് CPMന് തന്നെ കിട്ടി. എന്നാൽ പിന്നീട് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി CPM അനുരഞ്ജനത്തിലേക്ക് നീങ്ങി. വർഷങ്ങളായി കോൺഗ്രസിനോട് അനുഭവമുള്ള നിലപാട് പിന്തുടർന്നിരുന്ന G സുകുമാരൻ നായരെ സിറോ മലബാർ സഭയുടെ ഉന്നതൻ വഴിയാണ് CPM സ്വാധീനിച്ചത്. സിറോ മലബാർ സഭ LSSുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ക്രൈസ്തവ സഭയാണ്. സംസ്ഥാന സർക്കാരിനെ NSS തുറന്ന് എതിർക്കുന്നതിനടുത്ത് മന്നം ജയന്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകി CPM മുഖപത്രം ദേശാഭിമാൻ ലേഖനവും വാർത്തയും പ്രസിദ്ധീകരിച്ചത് നായർ സമുദായത്തെ കയ്യിലെടുക്കാനാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും എന്തുകൊണ്ട് രാജേഷിന് ഗണേഷ് കുമാർ മറുപടി നൽകുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം. എന്തായാലും G സുകുമാരൻ നായർ നാളെ BJPയിൽ എത്തുമെന്ന് BJP നേതാക്കളും ഗണേഷ് കുമാറും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ BJPയെ പിണക്കരുത് എന്നാണ് ഗണേശന്റെ തീരുമാനം. നാളെ ഒരു പക്ഷേ ഗണേഷ് കുമാറും BJPയിൽ എത്തിക്കൂടാ എന്നില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം VV രാജേഷിന് മറുപടി നൽകും?